ശരീരം അടക്കേണ്ടതിനായി ചിലരെ കർത്താവ് ഉപയോഗിക്കുന്ന ഭാഗം കഴിഞ്ഞ മാസം നാം ചിന്തിക്കുവാനിടയായിത്തീർന്നു. അവർ രഹസ്യ ശിഷ്യന്മാരാണെന്ന് നാം ചിന്തിക്കുവാനിടയായിത്തീർന്നു. കർത്താവിന് പരസ്യ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരായ 12 പേർ ഉണ്ടായിരുന്നെങ്കിലും അവരാരും ആ സമയത്ത് ഒരാൾ കെട്ടിനാൻ ചത്തു അല്ലേ, അവരാരും ആ സമയത്ത് കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. യോഹന്നാനും യേശുവിന്റെ അമ്മ മറിയയും സഹോദരിമാരും മാത്രമേ കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു നമുക്ക് കാണുവാൻ കഴിഞ്ഞു. മറ്റു ശിഷ്യന്മാരൊക്കെ ചിതറി, ഇടയനെ വെട്ടിയപ്പോൾ ആടുകൾ ചിതറിയതുപോലെ ചിതറിപ്പോയി എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ രഹസ്യ ശിഷ്യന്മാരായ ആരൊക്കെയാണ് പറയുമോ? അരിമത്യക്കാരനായ യോസഫ്, മറ്റൊരാൾ നിക്കോദിമോസും കർത്താവിന്റെ അടക്ക ശുശ്രൂഷയിൽ പങ്കാളികളാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ അരിമത്യക്കാരനായ യോസഫിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ ചെത്തി ഒരുക്കപ്പെട്ട മൈലുകൾക്കപ്പുറം താമസിച്ചുകൊണ്ട് യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്ന ആ പ്രത്യേക സ്ഥലത്തേക്കായി ദൈവനിയോഗത്താൽ താൻ അത് കല്ലറ പണിതു കർത്താവിനെ അവിടെ അടക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞല്ലോ. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 19-ാം അധ്യായത്തിന്റെ 39-40 വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 39-40. അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ അഖിലം കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. യേശുവിന്റെ ശരീരം എടുത്തു. യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗ്ഗത്തോടുകൂടെ യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗ്ഗത്തോടുകൂടെ ശീലയിൽ പൊതിഞ്ഞുകെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും മതി. റോമക്കാർ ശവമടക്കുന്ന ശവം നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ചെയ്യുന്ന പോലെ ഒരു ശവം കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഈജിപ്തിയാർ ശവമടക്കുന്നത് അവരുടെ തലച്ചോർ, ശവത്തിന്റെ തലച്ചോർ പുറത്തെടുത്ത് കളയും. അകത്തുള്ള ആന്തരിക അവയവങ്ങളെല്ലാം, കുടലുകളെല്ലാം പുറത്തെടുത്ത് കളഞ്ഞ് അതിനകത്തെല്ലാം സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചാണ് ഈജിപ്തുകാർ അടക്കുന്നത്. യഹൂദ മര്യാദ പ്രകാരം ശവമടക്കുമ്പോൾ വരുന്നതും അകത്തുള്ള ആന്തരിക അവയവങ്ങളൊന്നും റിമൂവ് ചെയ്യാറില്ല എന്ന് പറയുന്നു. ചെയ്യുന്നവരുണ്ട് എന്നും പറയുന്നു, ചെയ്യാതിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. രണ്ട് ചിന്തകൾ അതിനെ കുറിച്ചുണ്ട്. ലാസറുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ റിമൂവ് ചെയ്തെന്ന് പറയുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊന്നും റിമൂവ് ചെയ്തതായിട്ട് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. യേശു കർത്താവിന്റെ ഒരു അസ്ഥി പോലും ഒടിയാൻ ദൈവം സമ്മതിച്ചില്ല. അത് ദൈവവചനത്തിന്റെ പ്രവചന നിവർത്തിയായിരുന്നു. ഇല്ലേ, ശ്വാസം അകത്തേക്ക് വലിച്ചെടുത്ത് അവർ മരിക്കാതിരിക്കേണ്ടതിന് കാലിൽ അവരുടെ മുട്ടിന് താഴെയുള്ള ഭാഗം ഊന്നി അവർ ശ്വാസം അകത്തേക്ക് വലിച്ചെടുത്ത് മരിക്കാതിരിക്കേണ്ടതിന് അവരുടെ മുട്ടിന് താഴെയുള്ള ഭാഗം ഒടിച്ചു കളയുന്ന ഒരു പരിപാടി യഹൂദന്മാരുടെ റോമക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിലും യേശു കർത്താവിന്റെ ആ അസ്ഥികളെ ഒന്നുപോലും ഒടിക്കുവാൻ ദൈവം സമ്മതിച്ചില്ല. യേശു കർത്താവിന്റെ ആന്തരിക അവയവങ്ങളും റിമൂവ് ചെയ്യുവാൻ ദൈവം സമ്മതിച്ചില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യഹൂദ മര്യാദ പ്രകാരം കർത്താവിനെ അടക്കി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിക്കോദിമസിനെ കുറിച്ച് അരിമത്യക്കാരൻ യോസഫിനെ നാം ചിന്തിച്ചല്ലോ. നിക്കോദിമസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട്. അവൻ വില കൂടിയ വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ കർത്താവിന്റെ അടക്ക ശുശ്രൂഷയ്ക്കായി കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിക്കോദിമോസും ഒരു രഹസ്യ ശിഷ്യനായിരുന്നു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം രാത്രിയിലാണ് കർത്താവിനെ അടുത്ത് കർത്താവിനെ കാണാനൊക്കെ വരുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. അദ്ദേഹം പരീക്ഷന്മാരിൽ പ്രമുഖനായിരുന്ന ഒരു മനുഷ്യനായിരുന്നത് കൊണ്ട് ചുറ്റുപാടുകളെ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് കർത്താവിന്റെ അടുക്കൽ വരുന്നത് രാത്രിയിലാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. രാത്രി വന്ന അടുക്കൽ അവനോട് അവനൊരു കാര്യം ഉറപ്പായിരുന്നു. റബ്ബീ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ കരങ്ങളാൽ നടത്തപ്പെടുന്ന ശുശ്രൂഷകൾ, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്താകുന്നു, മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്ന ശക്തമായ ശുശ്രൂഷ കണ്ടപ്പോൾ ഇദ്ദേഹം ആ ഒരു സാധാരണക്കാരനല്ല, സാധാരണ ഒരു ഗുരുവല്ല, ഒരു പ്രവാചകൻ മാത്രമല്ല. അദ്ദേഹത്തിന് ഈ കഴിവുകൾ ലഭിക്കപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയുന്നത് നിശ്ചയമായി ദൈവത്തോട് ബന്ധമുള്ളത് കൊണ്ടാണ്, ദൈവത്തോട് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തോട് കണക്ഷൻ ഉള്ളവർക്ക് മാത്രമേ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇവൻ ദൈവ
ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല. അദ്ദേഹത്തിന് പരീക്ഷന്മാരിൽ പ്രമാണിയായിരുന്നെങ്കിലും പരീക്ഷ സംഘത്തിന്റെ പ്രമുഖനായിരുന്നെങ്കിലും ഹല്ലേലൂയ അദ്ദേഹത്തിന് ഉള്ളിൽ നിശ്ചയമായ ഒരു ഉറപ്പുണ്ടായിരുന്നു. കർത്താവ് ഒരു സാധാരണക്കാരനല്ല, അത്ഭുതം ചെയ്യുന്ന ഒരു വിശിഷ്ട വ്യക്തി മാത്രമല്ല, പിന്നെ അവൻ ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്നവനാണ്. ദൈവം അവനോട് കൂടെ ഇല്ലാതെ ഈ അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവന് കഴിയുകയില്ല. തുടർന്ന് പല കാര്യങ്ങളൊക്കെ കർത്താവ് നിക്കോദിമോസിന് തമ്മിൽ സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ. എനിക്ക് അമ്മയുടെ ഉദരത്തിൽ തിരികെ പ്രവേശിച്ച് വീണ്ടും ജനനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എനിക്ക് അമ്മയുടെ ഉദരത്തിൽ തിരികെ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ കഴിയുമോ എന്നൊക്കെ കർത്താവിനോട് സംസാരിക്കുന്ന നിക്കോദിമോസിനെ ആ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. വിശദമായി നമ്മൾ അത് വേറെ ഒരു സമയത്ത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ട്. വേറെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. നീ എത്ര നല്ല ശുശ്രൂഷകനാണെങ്കിലും ന്യായപ്രമാണം മുഴുവൻ നീ പാലിക്കുന്നവരാണെങ്കിലും പരീക്ഷന്മാരിൽ പ്രമുഖനാണെങ്കിലും കർത്താവിനോട് പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും അല്ലാതെ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. ആത്മാവിനാൽ ജനിക്കപ്പെടുക നമുക്കറിയാം. വെള്ളം എന്നുള്ള പദം പല വേദപണ്ഡിതന്മാർ പല അഭിപ്രായം പറയുന്നുണ്ട്. വെള്ളം ദൈവവചനത്താൽ ജനിക്കുക എന്നുള്ള അർത്ഥം വെള്ളത്തിനുണ്ട്. മാത്രമല്ല, എന്നാൽ ചിലർ പറയുന്നത് പഴയ നിയമ അഭിഷിക്തന്മാർ പുരോഹിതന്മാർ വെള്ളം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വെള്ളം ശുദ്ധീകരണത്തെ കാണിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ കർത്താവിന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല എന്നുള്ള പഠിപ്പിക്കലുണ്ട്. അപ്പോൾ വെള്ളം ശുദ്ധീകരണത്തെ കാണിക്കുന്നു, വെള്ളം വചനത്തെ കാണിക്കുന്നു. വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുക, വചനത്താൽ സ്പർശിക്കപ്പെടുക. അപ്പൊ വചനത്താലും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച മാനുഷിക ജനനം മാത്രമല്ല ഒരു വ്യക്തിക്ക് വേണ്ടത്. നിക്കോദിമോസിനോട് കർത്താവ് പറയുകയാണ്, പരീക്ഷന്മാരിൽ പ്രമുഖനോട് പറയുകയാണ്, രാത്രി കാണാൻ വന്നവനോട് പറയുകയാണ്, നിക്കോദിമോസേ, നീ എത്ര ശുശ്രൂഷ ചെയ്യുന്നവരായാലും ന്യായപ്രമാണം അംഗീകരിക്കുന്നവരായാലും ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ വെള്ളത്തിലും ആത്മാവിലും ജനിക്കണം. Praise the Lord. മാനുഷിക ജനനം മാത്രമല്ല, വചനത്താൽ നീ പിടിക്കപ്പെടണം, വചനം സ്വീകരിക്കണം, വചനം അംഗീകരിക്കണം, വചനത്താൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം. സ്വർഗരാജ്യം നിനക്ക് വേണമോ, ദൈവരാജ്യത്തിൽ നീ കിടക്കണമോ, നീ ആത്മാവിൽ ജനിച്ചേ മതിയാകുള്ളൂ. ആത്മാവിൽ ജനിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ ശ്രദ്ധിച്ചാൽ ആ ഒരു അനുഭവം ദൈവം നമുക്ക് തന്നെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ. വെള്ളത്തെ സ്നാനത്തോട് ഉപയോഗിച്ചിട്ട് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. സ്നാനപ്പെടുക, സ്നാനം അത്യാവശ്യമായ ഒരു ഘടകമാണെന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട്. എന്തായാലും കർത്താവ് ഉദ്ദേശിച്ചത് വചനമായാലും സ്നാനമായാലും ശുദ്ധീകരണമായാലും ഒരു ദൈവത്തിന് ആവശ്യമാണ്. മാത്രമല്ല, ആത്മാവിനാലും നാം ജനിക്കപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതിനുശേഷം കർത്താവ് വീണ്ടും നിക്കോദിമോസോട് സംസാരിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും അതൊരു പ്രത്യേക മെസ്സേജായിട്ട് ഞാൻ വേറെ ദിവസം എടുക്കുക. എല്ലാ ഭാഗങ്ങളും ചിന്തിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിപ്പോട്ടെ. 14-15 വാക്യങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വായിച്ചോട്ടെ. 14-15. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ എന്തിനാണ് പിച്ചള സർപ്പത്തെ ഉയർത്തിയത് നമുക്കറിയാം അല്ലേ? യഹൂദ ജനത അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അവർ ചെയ്തു, മോശയ്ക്കെതിരായി ദൈവത്തിനെതിരായി പുറത്തെടുത്തു. ദൈവം അഗ്നിസർപ്പങ്ങളെ അവിടെ അയക്കുവാനിടയായിത്തീർന്നു. അഗ്നിസർപ്പങ്ങൾ അവരെ കടിപ്പാനിടയായിത്തീർന്നു. അവർ മരിച്ചു വീഴുവാനിടയായിത്തീർന്നു. എന്താണ് മോശയുടെ ദൈവം പറഞ്ഞ ഈ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുക. ഏത് വ്യക്തിയാണോ മരിച്ചു വീഴുന്നത്, ഹല്ലേലൂയ, മണ്ണോട് പറ്റിരിക്കുന്നത്, ആ മനുഷ്യന് ഒരു പ്രത്യാശയുണ്ട്, ആ മനുഷ്യന് ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാധ്യതയുണ്ട്. ഹല്ലേലൂയ. മോശ ഉയർത്തിയിരിക്കുന്ന പിച്ചള സർപ്പത്തിലേക്ക് അവന്റെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ, അത് കണ്ണുകൾ ഉയർത്തി നോക്കുന്നെങ്കിൽ അവനിലേക്ക് ഒരു ജീവൻ വ്യാപരിക്കും. അവൻ എഴുന്നേൽപ്പാനിടയായിത്തീരും. അപ്പോൾ പുതുതിരുപ്പിനാൽ അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റവർ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തിലേക്ക്
മനുഷ്യനായിരുന്നു. അരിമത്തിക്കാരനായ യോസേഫിനെ പോലെ അദ്ദേഹം വെളിച്ചത്ത് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, നിക്കോദെമോസിനോട് ആദ്യം തന്നെ ആദ്യത്തെ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദെമോസിനെ പ്രാരംഭമായി കാണുമ്പോൾ കർത്താവ് പറയുകയാണ്, മോശ മരുഭൂമിയിൽ പുച്ഛസർപ്പത്തെ ഉയർത്തിയതുപോലെ ഞാൻ ഉയർത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മധ്യേ ഹല്ലേലൂയ ഞാൻ കുരിശിന്മേൽ തൂക്കപ്പെടുന്ന ഹല്ലേലൂയ പരമയാഗമായി മാറ്റപ്പെടുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, മോശ പുച്ഛസർപ്പത്തെ ഉയർത്തിയതുപോലെ ഞാൻ ഭൂമിക്ക് മധ്യേ ആകാശത്തിനും ഭൂമിക്കും കീഴെ ഹല്ലേലൂയ ഉയർത്തപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. നീ എന്നെ നോക്കി ജീവൻ പ്രാപിച്ചേ മതിയാകുള്ളൂ. ന്യായപ്രമാണത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല, മഹാപുരോഹിതന്മാർക്ക് നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല, പരീക്ഷ സംഘത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. നീ കർത്താവിനെ നോക്കാതെ നിനക്ക് ജീവൻ വ്യാപരിക്കുകയില്ല. ഹല്ലേലൂയ, ഈ ഒരു ദൂത് നിക്കോദെമോസിന്റെ അകത്തിങ്ങനെ കട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ഇവനൊരു പൊസിഷൻ ഉണ്ടായിരുന്നതുകൊണ്ടും ഹല്ലേലൂയ അവനൊരു പ്രമാണി ആയിരുന്നതുകൊണ്ടും കർത്താവിനെ വ്യക്തിപരമായി പരസ്യമായി അംഗീകരിച്ച് മുന്നോട്ട് പോകുവാൻ, കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായി മാറുവാൻ അദ്ദേഹം വിമുഖത കാട്ടി പിൻവാങ്ങി നിന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. എന്നാൽ നിക്കോദെമോസ് ചില ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി സംസാരിക്കുന്നത് നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും നിക്കോദെമോസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ 3-ന് ശേഷം നിക്കോദെമോസിനെ എവിടെയെങ്കിലും കാണുന്നില്ല. പുള്ളി ഞാൻ ചിന്തിക്കുന്ന അദ്ദേഹത്തിന് ദൂതൊക്കെ മനസ്സിലായി. ഹല്ലേലൂയ, ദൈവം സംസാരിച്ച ദൂതൊക്കെ അദ്ദേഹത്തിന് പിടികിട്ടി. ഹല്ലേലൂയ, വചനം സ്വീകരിക്കണം, ആത്മാവിനെ സ്വീകരിക്കണം എന്നൊക്കെ ദൂത് പിടികിട്ടി. ഹല്ലേലൂയ, മനുഷ്യപുത്രനെ ഉയർത്തണം എന്നുള്ള ദൂതൊക്കെ പിടികിട്ടി. ഹല്ലേലൂയ, എന്നാൽ അദ്ദേഹത്തിന് വെളിച്ചത്ത് വരാതെ അടങ്ങി ഒതുങ്ങി ഒരു രഹസ്യ ക്രിസ്ത്യാനിയായി രഹസ്യമായി കർത്താവിനെ അങ്ങനെയുള്ളവരുണ്ടല്ലേ. ഹല്ലേലൂയ, നാട്ടിൽ ചെല്ലുമ്പോൾ പാരമ്പര്യമായുള്ള സാമ്പത്തിക ആരാധനകളിൽ പോയി സംബന്ധിച്ചിട്ട് തിരികെ വരുന്നവരുണ്ട്. ഹല്ലേലൂയ, എന്റെ അമ്മാച്ചൻ അതുപോലെയായിരുന്നു. പുള്ളി അബുദാബിയിലായിരുന്നു. ഹല്ലേലൂയ, അദ്ദേഹത്തിന് IPC സഭയിൽ നിന്ന് തന്നെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നാട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഇപ്പോൾ 10-ാം സഭയിലാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ തികഞ്ഞൊരു പെന്തക്കോസ്തുകാരനായി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ചിരുന്ന വ്യക്തിയാണ്. നാട്ടിലെ സാഹചര്യങ്ങൾ ചുറ്റുപാടുകളുടെ മുമ്പിൽ അദ്ദേഹത്തിന് അവരെ ഭയമുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ പേര് തോമസ് സഭയിൽ പോകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും ചർച്ചക്കാരൊക്കെ ഭയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം തോമസ് സഭയിൽ തന്നെ തുടരുന്നത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു നിക്കോദെമോസ്. കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണമെന്ന് അകത്തളങ്ങളിൽ ആഗ്രഹമുണ്ടെങ്കിലും വെളിച്ചത്ത് വരുവാൻ ആഗ്രഹിക്കാതെ ഒതുങ്ങിപ്പോയൊരു മനുഷ്യൻ. പക്ഷേ കർത്താവിനോട് ഇഷ്ടവുമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. യേശുവിനാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുന്നത് കണ്ടപ്പോൾ മഹാപുരോഹിതന്മാർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല, പരീക്ഷന്മാർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവർ പടയാളികളെ അയച്ചിട്ട് കർത്താവിനെ പിടിച്ചുകൊണ്ട് വരുവാൻ പടയാളികളെ അയക്കുന്നുണ്ട്. എന്നാൽ ഈ പടയാളികൾ ക്ഷേമവർ അവർ വെറും കൈയായി മടങ്ങി വന്നപ്പോൾ മഹാപുരോഹിതന്മാരോട് സംസാരിക്കുന്ന ഭാഗമാണ് ഒഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവരെ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ചേകവർ പറയാം, പടയാളികൾ പറയുകയാണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നവർ ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി മഹാപുരോഹിതന്മാർ പടയാളികളെ യേശുവിന്റെ അടുക്കൽ അയച്ചതാണ്. നോക്കണം എത്ര സമയം കാണും അതിന്. ശ്രദ്ധിക്കുക, അവരെ ഇവിടുന്ന് അയക്കുന്ന മഹാപുരോഹിതന്മാർ അയക്കുന്ന യേശുവിന്റെ അടുക്കൽ അവർ ചെല്ലുന്നു. യേശുവിന്റെ അടുക്കലെ സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരാളെ സൗഖ്യമാക്കുന്നതൊക്കെ അവർ വേണം കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ യേശുവിന്റെ ശബ്ദങ്ങളും സംഭാഷണങ്ങളും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ചുരുക്കം ചില സമയങ്ങളെ പടയാളികൾ യേശുവുമായി അവിടെ സ്പെൻഡ് ചെയ്ത് കാണത്തുള്ളൂ. പക്ഷെ ആ സമയത്തിനകത്ത് അവർ ഒരു കാര്യം മനസ്സിലാക്കി, ഇവൻ സംസാരിക്കുന്നത് പോലെ ആരും ഇതുവരെ ഒരു നാളും സംസാരിച്ചിട്ടില്ല. ഹല്ലേലൂയ, പിടിക്കാൻ ചെന്ന പടയാളികളെ പോലും വ്യത്യാസപ്പെടുത്തുന്ന ശബ്ദം കർത്താവിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ എന്ത് സംഭവിച്ചതായിട്ട് വായിച്ചാട്ടെ. അവരോട് നിങ്ങൾ തെറ്റിപ്പോയോ?
നിക്കോദിമോസ് ഇടപെട്ടിട്ട് പറയുകയാണ്, ഒരു മനുഷ്യന്റെ വാമൊഴി കേട്ടിട്ട് അവനെ പിടിക്കുവാൻ വരട്ടെ, അവന്റെ പ്രവൃത്തി കൂടെ. ആമേൻ. ന്യായപ്രമാണം അവനെ വിധിപ്പാൻ സമ്മതിക്കുന്നില്ല. വാമൊഴി കേട്ട് ഡിസൈഡ് ചെയ്യരുത്. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞത് ചാടി പുറപ്പെടരുത്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. പ്രവൃത്തി ഒന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം എന്നൊക്കെ നിക്കോദിമോസ് കർത്താവിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ രഹസ്യ ശിഷ്യനായിരുന്നു, പരസ്യമായി മുൻനിരയിൽ വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ രഹസ്യമായി കർത്താവിനെ പല സ്ഥലങ്ങളിൽ പിന്തുണച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യോഹന്നാന്റെ 3-ാം അധ്യായത്തിൽ കർത്താവ് നിക്കോദിമോസിനെ ഒന്ന് സ്പർശിച്ചപ്പോൾ അവന്റെ വചനം അവന്റെ ഹൃദയത്തിനകത്ത് ഒന്ന് രൂപാന്തരം ഉണ്ടാക്കി. അന്ന് മുതൽ അവൻ കർത്താവിന്റെ ഭാഗത്തായി. വെളിച്ചത്ത് വരാൻ കഴിയുന്നില്ലെങ്കിലും അകത്തലങ്ങളിൽ കർത്താവിനെ അംഗീകരിക്കാൻ ഒരു ഇഷ്ടം ആ വചനം അവനെ സ്പർശിച്ചു. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വചനത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. കെടുന്ന വീതത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആരുടെങ്കിലും ശബ്ദം കേട്ടോ, ആരുടെങ്കിലും ബ്രെയിൻ വാഷ് കൊണ്ടോ. എന്റെ കൂട്ടുകാരൻ എന്നെ വിശ്വാസത്തിലുണ്ട്. ആ സമയത്ത് തന്നെ മറ്റു ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, ഇപ്പൊ നിങ്ങൾ നല്ലതായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നീ പെട്ടെന്ന് ഇങ്ങനെ 10-ാം സമയത്തൊക്കെ അച്ഛനായിരുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് നിന്നെ നല്ലതായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യുന്നത് കൊണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും തന്നെ സഹായിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു രോഗം സൗഖ്യമായതുകൊണ്ടോ മാത്രമല്ല വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത്. കെടുന്ന വീതത്താലല്ല, കെടാത്ത വീതത്താൽ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചതുകൊണ്ടാണ്. വചനം എപ്പോഴോ അതിനെ സ്പർശിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ആരാധനാലയത്തിൽ ഇരുന്ന് കർത്താവിനെ ആരാധിപ്പാൻ കഴിയുന്നത്. Praise the Lord. കെടുന്ന വീതത്താലല്ല, ഹല്ലേലൂയ, വചനത്താൽ വീണ്ടും ജനിച്ചവരായതുകൊണ്ട്. അപ്പോൾ നിക്കോദിമോസ് വചനം അവനെ സ്പർശിച്ചു. 3-ാം അധ്യായത്തിൽ കർത്താവിനോട് സംസാരിക്കുമ്പോൾ അത് പരസ്യമായി വെളിയിൽ വരുന്നെങ്കിലും വചനം അവന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്തു. നാം ചിന്തിക്കുക, നാം ഒരാളോട് സംസാരിക്കുമ്പോൾ, സുവിശേഷം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അത് വിശ്വാസത്തിലേക്ക് വരണമെന്നില്ല. നാളുകൾ സമയം ചിലപ്പോൾ എടുത്തിരിക്കും. എന്നാലും നാം സംസാരിക്കുന്ന വചനം അവരുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നാം എന്നാണ് ഒരു വിത്തിടുന്നത്, ആ വിത്ത് വളർന്ന് വലുതായി വരുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നാം സംസാരിക്കുന്ന ദൈവിക വചനങ്ങൾ നിഷ്ഫലമാകുന്നില്ല, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വചനത്താൽ വീണ്ടും ജനിക്കുക. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വിടാം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ആരുടെയും വാക്ക് കേട്ടോ, ആരുടെയും പുഷ് ചെയ്തോ നമ്മളെ വിശ്വാസം കൊള്ളുന്നില്ല. വചനത്താൽ ജനിച്ചതാണ്. ഒന്നുകൂടെ വാക്യം വായിച്ചോട്ടെ. നാം അവന്റെ സൃഷ്ടികളിൽ ആദ്യഫലം ആകേണ്ടതിന് ഒരു കൊയ്ത്തു വരാൻ പോവുകയാണ്. കർത്താവിന്റെ മടങ്ങി വരവ് സംഭവിപ്പാൻ പോവുകയാണ്. ഒരു ഹാർവസ്റ്റ് സംഭവിപ്പാൻ പോവുകയാണ്. അതിനൊരു ആദ്യ ഫലം എന്ന രീതിയിൽ, ഹല്ലേലൂയ, ആ കൊയ്ത്തിന്റെ ആദ്യ ഫലം എന്ന രീതിയിൽ ദൈവം നമ്മെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ചർച്ച പറഞ്ഞു, ആദ്യം ക്രിസ്തുവിനുള്ളവർ, ആദ്യം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പിന്നെ ക്രിസ്തുവിനുള്ളവർ, പിന്നെ അവസാനം ഹല്ലേലൂയ നാം വീണ്ടും വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. നാം വീണ്ടും ജനിച്ചത് അവനോടൊപ്പമുള്ള ഒരു വാസത്തിനാണ്. ഹല്ലേലൂയ. അതിൽ ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇനിയും ഒരു കൊയ്ത്തുണ്ട്. നമ്മുടെ ശരീരം അവന്റെ ശരീരത്തോട് രൂപാന്തരപ്പെടുന്ന മരണത്തിന്റെ ആ മരണകരമായ ശരീരത്തിൽ നിന്ന് ഒരു രൂപാന്തരം
ഞാൻ പറഞ്ഞു യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ടിരുന്നു. ഒറ്റ പദ്ധതിക്ക് വേണ്ടിയാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷനായിക്കൊണ്ടിരുന്നത്. ഭയപ്പെട്ട യഹൂദന്മാരെ പേടിച്ച് പിന്മാറിപ്പോയവരെ ഹല്ലേലൂയ കർത്താവ് 40 നാൾ പ്രത്യക്ഷനായിക്കൊണ്ട് ഉറപ്പിച്ചു. ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു. എന്തിനാ കർത്താവ് ചെയ്യുന്നത് അറിയാമോ? അത് എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ കർത്താവ് മടക്കിക്കൊണ്ടുവന്നു. പത്രോസ് മീൻ പിടിക്കാൻ പോയി. പത്രോസിനെ സമുദ്രത്തിൽ ഇറങ്ങി വന്ന് അവരോട് കൽപ്പിച്ച് കരയിൽ അവന് മീൻ വറുത്തത് കൊടുത്ത് കർത്താവിന് തിരികെ പിടിക്കുന്നുണ്ട്. ഒറ്റ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആത്മാവ് ഇറങ്ങുവാൻ പോകുന്നു. 120 ശിഷ്യന്മാരുടെ നാളികമുറിയിൽ ദൈവത്തിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് കൊണ്ട് ഇവരെല്ലാവരും അവിടെ കാണണം. എന്നാലേ ഭയം മാറത്തുള്ളൂ, എന്നാലേ അസ്വസ്ഥത മാറത്തുള്ളൂ, എന്നാലേ നിരാശ മാറത്തുള്ളൂ. ആത്മാവ് ഇറങ്ങുമ്പോൾ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് 40 ദിവസം സ്വർഗത്തിലേക്ക് പോകാതെ ആരോഹണം ചെയ്യാതെ കർത്താവ് തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ടിരുന്നു. ഒറ്റ ഉദ്ദേശം, മർക്കോസിന്റെ വാണികമുറിയിൽ 120 പേരെ കൂട്ടുക. ഒറ്റ ഒന്നും പോലും മിസ്സാകരുത്. ഒന്നുപോലും ഹല്ലേലൂയ എമ്മൗസിലേക്ക് പോകരുത്. ഒന്നുപോലും മീൻ പിടിക്കാൻ പോകരുത്. എല്ലാവരും എവിടെ കാണണം? ഈ വാണികമുറിയിൽ കാരണം ആത്മാവെന്ന വാഗ്ദത്തം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം വാണികമുറിയിൽ ഇറങ്ങാൻ പോകുന്നു. ഭയം മാറണമെങ്കിൽ, നിരാശ മാറണമെങ്കിൽ, അസ്വസ്ഥത മാറണമെങ്കിൽ, ഹല്ലേലൂയ സാഹചര്യങ്ങളെല്ലാം തിരിയണമെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചേ മതിയാകുള്ളൂ. അതുകൊണ്ട് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളൊക്കെ പ്രത്യക്ഷമായി അവരുടെ പതിഞ്ഞ് അവരെ വ്യത്യാസപ്പെടുത്തേണ്ടതിന് ഇവരെ ഒരുമിപ്പിക്കാൻ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായിക്കൊണ്ടിരുന്നു. 40 രാവുകൾ, 40 ദിനരാത്രങ്ങൾ അവർക്ക് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇത് ദുഷ്കാലമാണ്, പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയങ്ങളാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കണം. യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം അതാണ്: ആത്മാവിൽ നിറഞ്ഞവരാകുക. പരിശുദ്ധാത്മാവിൽ നിറയാതെ നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല, ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റത്തില്ല, ഞാൻ ചെയ്ത ശുശ്രൂഷ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. ആത്മാവിൽ നിറഞ്ഞ രണ്ടാം അധ്യായത്തിൽ ആത്മാവിൽ നിറഞ്ഞ് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും അത്ഭുതങ്ങളുടെ ആരംഭം തുടങ്ങുകയാണ്. 4-ാം അധ്യായം 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരുടെ വലിയ സംഘം സ്നാനപ്പെടുകയാണ്. അപ്പോൾ ആത്മീക അഭിഷേകത്തെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം കർത്താവിന്റെ അകത്തുണ്ടായിരുന്ന പോലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന സമയം ദുഷ്കാലമാണ്. ആത്മാവിൽ നിറഞ്ഞവരാകുക. ഒരുവൻ വീഞ്ഞു കുടിച്ചു മത്തനായി എങ്ങനായി തീരുമോ അതുപോലെ ലോക മോഹത്തിലേക്ക് പോകാനല്ല, ആത്മാവിൽ നിറഞ്ഞവരായിക്കൊണ്ടിരിക്കുക സമയവും. ഹല്ലേലൂയ. ലേഖനത്തിലേക്ക് നമുക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ വായിച്ചാണ്. 1-2 വാക്യങ്ങളോട് ചിന്തിച്ച് ഞാൻ തിരുമേശയിലേക്ക് പ്രവേശിക്കാനായി താല്പര്യപ്പെടുന്നു. കൊലോസ്യർ 3-ാം അധ്യായത്തിന്റെ 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കല്ല കർത്താവിനെന്നപോലെ മനസ്സോടെ ചെയ്യുവിൻ. കർത്താവിനെന്നപോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവെ ക്രിസ്തുവിനെ സേവിപ്പിൻ. നിക്കോദിമോസ് ചെയ്ത ഒരു കാര്യം അവിടെ നാം വായിച്ചില്ലേ? ഹല്ലേലൂയ. അവൻ സുഗന്ധദ്രവ്യം
തീത്തോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. എന്റെ സഹപ്രവർത്തകനായ തീത്തോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. പക്ഷെ തീത്തോസ് നിങ്ങളുടെ അടുക്ക് വന്നപ്പോൾ അവനൊരു തണുപ്പ് ലഭിച്ചു. വായിച്ചാൽ ഒന്നുകൂടെ. തീത്തോസിന്റെ മനസ്സിന് നിങ്ങൾ എല്ലാവരും ഒരു തണുപ്പ് വന്നതുകൊണ്ട് അതോ പൗലോസ് സന്തോഷിക്കുകയാണ്. തന്റെ സഹപ്രവർത്തകനായ തീത്തോസിനെ കൊരിന്ത് സഭയിലേക്ക് അയച്ചപ്പോൾ കൊരിന്ത് സഭ അവനൊരു തണുപ്പ് നൽകി. ഹല്ലേലൂയ. ആ തണുപ്പ് കാരണം അവൻ സന്തോഷിച്ചത് കൊണ്ട് ഞങ്ങളും അവനോടൊപ്പം സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. നാം ദൈവസഭയ്ക്ക്, കുടുംബങ്ങൾക്ക്, ചുറ്റുപാടുകൾക്ക് നമ്മുടെ ചേർന്ന് നിന്ന് നിൽക്കുന്നവർക്ക് ഒരു തണുപ്പായി മാറണം. ഹല്ലേലൂയ. ആ എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയുന്നത് പോലെ നമ്മുടെ ശബ്ദങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ ഒന്നും മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരരുത്. തണുപ്പ് നൽകുന്നവരായി തീരണം. ഹല്ലേലൂയ. തീത്തോസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ ദൈവസഭയിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ സഹപ്രവർത്തകനാണ്. നിങ്ങൾ അവനെ റിസീവ് ചെയ്ത് തണുപ്പ് നൽകിയത് കൊണ്ട് അവൻ സന്തോഷിച്ചു. ആ ഭാഗം താഴെ വായിച്ചത്. ഞാൻ തീത്തോസിനെ കുറിച്ച് പൗലോസിനെ പ്രശംസിക്കാൻ ഒരുപാടുണ്ട്. ഞാൻ അവനെ കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ട്. വായിച്ചോട്ടെ. കണ്ടോ, ദൈവസഭ അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടു. ആമേൻ. നിങ്ങളെ കുറിച്ച് എനിക്ക് ധൈര്യപ്പെടുവാനേ ഉള്ളൂ. ഹല്ലേലൂയ. എന്റെ സഹപ്രവർത്തകനായ തീത്തോസിനെ അങ്ങോട്ട് അയച്ചപ്പോൾ നിങ്ങൾക്ക് അവൻ തണുപ്പ് നൽകി. പരസ്പരം തണുപ്പായിരിക്കുക. അയൽക്കാരനായ യോസേഫ് യേശു കർത്താവിന്റെ ശവശരീരം അടക്കുവാൻ തീരുമാനിച്ചെന്ന് അറിഞ്ഞപ്പോൾ നിക്കോദിമോസ് ഓടിച്ചെന്ന്, അല്ലേ? ഹല്ലേലൂയ. സുഗന്ധദ്രവ്യങ്ങളുമായി, വില കൂടിയ സുഗന്ധദ്രവ്യങ്ങളുമായി നിക്കോദിമോസ് ഓടിച്ചെന്നു. ഹല്ലേലൂയ. പരസ്പരം ഒരുമിച്ച് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. തണുപ്പായി തീർന്നു. ഹല്ലേലൂയ. അതുപോലെ കൊരിന്ത് സഭയ്ക്ക് ഹല്ലേലൂയ തീത്തോസ് ഒരു തണുപ്പായി തീർന്നതുപോലെ കൊരിന്ത് സഭ ഹല്ലേലൂയ ഭയത്തോടും വിറയലോടും അവനെ റിസീവ് ചെയ്തതുകൊണ്ട് അവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ നൽകി. നാം പരസ്പരം തണുപ്പായിരിക്കണം. നാം പരസ്പരം സപ്പോർട്ടീവായിരിക്കണം എന്നുള്ള ദൂതും അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. സഭാപ്രസംഗം പുസ്തകം 4 അധ്യായത്തിന്റെ 9 മുതൽ 12 വരെ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ് നമ്മൾ വായിച്ചാൽ 9 മുതൽ 12 വരെ. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. ആമേൻ. വീണാൽ ഒരുവൻ മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കും. അയ്യോ കഷ്ടം. നിങ്ങൾക്കൊരു ആത്മീയ ഫ്രണ്ട് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ ഇല്ലെങ്കിൽ, ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിലും വെളിയിലെങ്കിലും ഒരാൾ കാണണം, ഒന്ന് വിളിച്ച് സംസാരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരാൾ, ഇരുമ്പിരിവിന് മൂർച്ച കൂട്ടുന്നത് പോലെ ഭാര്യ ഭർത്താവും അങ്ങനെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഭാര്യയിൽ നിന്ന് ആ ആത്മിക പ്രോത്സാഹനം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ആ ആത്മിക പ്രോത്സാഹനം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ നാട്ടിലുള്ള ഒരാൾക്കാണ് നിങ്ങൾ ആത്മിക പ്രോത്സാഹനം തരുന്നെങ്കിൽ അവളുമായി സംസാരിക്കണം. നിങ്ങൾ ഇരുമ്പിരിവിന് മൂർച്ച കൂട്ടുന്നത് പോലെ ഒരുവരെക്കാൾ ഇരുവർ നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഒരാൾ വീണാൽ മറ്റേയാൾ താങ്ങായി നിൽക്കും. ഒരാളെ ആക്രമിച്ചാൽ മറ്റേയാൾ ഇടപെടും. നിങ്ങൾക്കൊരു ആത്മിക ഫ്രണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കൈമാറി പ്രാർത്ഥിക്കുവാൻ ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ബലം കിട്ടും. ഇവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടും. നിങ്ങൾക്കൊരു ആത്മീക ബന്ധം ഉണ്ടായിരിക്കണം. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. യേശു കർത്താവിന്റെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൗതിക ശരീര അടക്ക ശുശ്രൂഷയെക്കുറിച്ചുള്ള ചിന്തകളിലാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അരിമത്തിക്കാരനായ യോസേഫിനെ കുറിച്ചും നിക്കോദിമോസിനെ കുറിച്ച് നാം ചിന്തിക്കുവാനിടയായിട്ടുണ്ട്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. വേഗത്തിൽ തിരുമേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ശിഷ്യന്മാരും ചിതറിപ്പോയപ്പോൾ ആ
ആരും അവന്റെ കൂടെ ഇല്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ അസ്ഥികളൊന്നും പോലും ഒടിയാൻ ദൈവം സമ്മതിക്കാതെ ഹല്ലേലൂയ കർത്താവ് ക്രൂശിൽ പിതാവായ ദൈവം യേശു പിതാവിനെ പ്രൊട്ടക്ട് ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ റോമൻ നിയമപ്രകാരം പ്രൈസ് അടക്ക ശുശ്രൂഷ ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ ശവശരീരം ആ ക്രൂശിൽ കിടന്ന് അഴുകുകയോ കഴുകന്മാർ കൊത്തിപ്പറിക്കുകയോ അതുമല്ലെങ്കിൽ ഇരുന്നു വീഴുന്ന ശവശരീരം റോമക്കാർ സാധാരണ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ അവർ തീക്ക് അഗ്നിക്ക് ഇരയാക്കി ദഹിപ്പിക്കുകയോ ചെയ്യേണ്ട സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ് രഹസ്യ ശിഷ്യന്മാരായ ദൈവം കണ്ടിരുന്ന പരസ്യമായി ഒരിക്കൽ പോലും വെളിപ്പെടാതിരുന്ന അരിമത്യക്കാരനായ യോസേഫിനെയും നിക്കോദിമോസിനെയും കർത്താവ് ഉപയോഗിച്ച് യഹൂദ മര്യാദ പ്രകാരം അവന്റെ ശരീരത്തിലെ ഒരു പാർട്സുകളും റിമൂവ് ചെയ്യാതെ യഹൂദ മര്യാദ പ്രകാരം ഹല്ലേലൂയ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറയിൽ രാജാക്കന്മാരെ വെക്കുന്നത് പോലെ സമ്പന്നന്മാരെ വെക്കുന്നത് പോലെ യേശു കർത്താവിനെ ഹല്ലേലൂയ അടക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു അവന്റെ മരണം. പ്രൈസ് ദി ലോർഡ്. യേശു ജനിച്ചത് ഹല്ലേലൂയ ഒരു ദരിദ്രാവസ്ഥയിലായിരുന്നെങ്കിൽ അവൻ മരിച്ച് അടക്കപ്പെട്ടത് സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് അടക്കപ്പെട്ടിരുന്നില്ല. ഹല്ലേലൂയ. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ചിത്രങ്ങളിലേക്ക് ഇനി പോകണമെന്നുണ്ടെങ്കിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അധികം ഉറപ്പാക്കുവാൻ പടയാളികളെ അയച്ച് പീലാത്തോസ് കല്ലറ ഉറപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ നാം ചിന്തിക്കേണ്ടിയിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ റോമൻ മുദ്രയ്ക്ക് അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ പടയാളികളുടെ വൃന്ദത്തിന് അവനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ യഹൂദന്മാരുടെ നിയമങ്ങൾക്കോ മഹാപുരോഹിതന്മാരുടെ കള്ളത്തരങ്ങൾക്കോ അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. സർവശക്തനായ ദൈവം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ യേശു കർത്താവിനെ ഉയർപ്പിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഹല്ലേലൂയ അവന്റെ ശരീരം ദ്രവത്വം കാണുവാൻ ദൈവം അനുവദിച്ചില്ല. അവന്റെ അസ്ഥികൾ ഒന്നുപോലും ഒടിയുവാൻ ഇടയായിത്തീർന്നില്ല. യഹൂദ മര്യാദ പ്രകാരം തന്നെ അവനെ അടക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. സ്വർഗത്തോടുള്ള സമത്വത്തിൽ ജീവിച്ച പിതാവിനോടുള്ള ബന്ധത്തിൽ ജീവിച്ചവൻ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. മാനവരാശിയുടെ വിടുതലിന് വേണ്ടി ഹല്ലേലൂയ സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന് ഹല്ലേലൂയ എഫ്രൈം മലനാട്ടിൽ ഒരു സാധാരണക്കാരിയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുവാൻ ഹല്ലേലൂയ മാനുഷിക ജാതിയുടെ വിടുതലിന് വേണ്ടി ഹല്ലേലൂയ സ്വർഗസിംഹാസനം വിട്ട് താഴിറങ്ങിയ ഹല്ലേലൂയ 33 വർഷം ഹല്ലേലൂയ ഈ ലോകത്തിൽ ഹല്ലേലൂയ ജീവിച്ച് ഹല്ലേലൂയ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത് ഭാഗത്ത് ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി പിതാവിന്റെ വലത് ഭാഗത്ത് ഹല്ലേലൂയ നമുക്ക് വേണ്ടി നമ്മെ റിസീവ് ചെയ്യുവാൻ ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ പിന്നെ ക്രിസ്തുവിനുള്ളവരെ ചേർക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുവാൻ നാം ഇപ്പോൾ കേട്ടതുപോലെ സ്നാനപ്പെടുവാൻ ദൈവം നമുക്കൊരു ഭാഗ്യം നൽകിയത് കൊണ്ട് ഇവിടെ നാം ആയിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ദൈവം നമുക്ക് അനുവാദം നൽകിയത്. പകരം ഹല്ലേലൂയ കർത്താവ് നമ്മെ കണ്ടതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ കണ്ടതുകൊണ്ട് ഹല്ലേലൂയ ഉദരത്തിൽ ഉരുവായപ്പോൾ അവൻ നമ്മെ കണ്ടതുകൊണ്ട് ഹല്ലേലൂയ ദൈവ വചനത്താൽ അവൻ നമ്മെ ജനിപ്പിച്ചതുകൊണ്ട് ആത്മാവിനാൽ അവൻ നമ്മെ ജനിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ സഹോദര സഹോദരിയെ നിനക്ക് കഴിയുന്നത്. കർത്തകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാൽ അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട ദിനത്തിൽ നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും
അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി രോഗം ശീലിച്ചവരുമായിരുന്നു. നിന്റെ ശരീരത്തിൽ ഹല്ലേലൂയ രോഗശക്തികൾ വാഴാതിരിക്കാൻ